ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മളാണെങ്കിൽ പറഞ്ഞതുപോലെ നമ്മുടെ മോനെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ചെറുക്കെന്താ വന്നിരിക്കുകയാണ്, ഇന്ന് കയ്യിലോട്ട് കിട്ടിയിട്ടേ ഉള്ളൂ. നമ്മുടെ വണ്ടി നമ്മൾ ഇറക്കി. ഒരുപാട് സന്തോഷം. നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ വണ്ടി ഇറക്കാൻ പറ്റി. നമ്മുടെ ആദ്യത്തെ അച്ചീവ്മെന്റ്. അതെ, ഞങ്ങൾ ഈ 1.5 കൊല്ലം ഞങ്ങളെ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് ഈ ഇരിക്കുന്നത്. ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ, പല കാര്യങ്ങളും. അതെ, നമുക്ക് എന്നുവെച്ചാൽ നമുക്ക് രണ്ടുപേർക്ക് നല്ലൊരു വണ്ടി ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വണ്ടിയായിരുന്നു. കണ്ടില്ലേ, മാത്രമല്ല പണ്ടൊക്കെ വെച്ചാൽ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലൊരു വണ്ടി. ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ആയിരുന്നു, നമ്മളൊരു പുതിയ വണ്ടി എടുത്താൽ ഓടിക്കാനും കിട്ടണേന്നൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ലോങ് ട്രിപ്പൊക്കെ ട്രിപ്പായിട്ടല്ല, നമ്മളിപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ലോങ് ഒക്കെ പോകില്ല. അപ്പോൾ നമ്മൾ ബൈക്കിലായിരിക്കും പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പല കൂട്ടുകാരോടും ചോദിച്ചിട്ടുണ്ട്, ഒന്ന് ഇങ്ങോട്ട് തരുവാടാ, ഒന്ന് തരാൻ പറ്റും. പലരും ഇല്ലയെന്ന് പറഞ്ഞ് മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫ്രീ ആയി നിന്നാൽ പോലും പലരും ഇല്ല തരാൻ പറയത്തുള്ളൂ. അപ്പോൾ നമുക്ക് അന്നൊക്കെ ഭയങ്കര ഫീലായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾക്ക് അന്നേ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇന്ന് നമ്മൾ യൂട്യൂബിൽ നിന്ന് ഇത് മേടിച്ചു. ഇത് യൂട്യൂബിൽ നിന്ന് മേടിക്കണമെന്നല്ല, നമ്മൾ ജോലി ചെയ്ത് എങ്ങനെയും മേടിക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും നമുക്ക് അതെ, നമ്മുടെ കഷ്ടപ്പാട് കഷ്ടപ്പെടാൻ ഞങ്ങൾ തയ്യാറായപ്പം നമുക്കിത് ഇതുപോലെ ഇതിനെ സ്വന്തമാക്കാനും സാധിച്ചു. അത് കുറേ നമ്മൾ തേടിയില്ലേ, എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഇപ്പോഴേ എടുക്കണമെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ പിന്നെ എടുക്കാമെന്നങ്ങ് വിചാരിച്ചു. നമുക്ക് വേണം, അത്യാവശ്യമായിരുന്നു. പക്ഷെ എന്നാലും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് നമ്മൾ പയ്യെ ചവിട്ടി വെച്ചിരുന്നതായിരുന്നു. പക്ഷെ എന്തായാലും ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞ് ഇത് സ്വന്തമാക്കാൻ. ഇനിയും പലതും കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഇപ്പം ലോങ് ട്രിപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് എറണാകുളം അല്ലെങ്കിൽ ഇടുക്കി അല്ലെങ്കിൽ മൂന്നാർ അല്ലെങ്കിൽ വാഗമൺ ഇങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുള്ള ഞങ്ങൾക്ക് ബൈക്ക് മതി. അതെ, കാറിൽ പോകണ്ടല്ലോ. കാറിൽ അത്ര എക്സ്പെൻസ് അല്ലേ നമുക്ക്, അത്ര അതിനുള്ളൊരു എന്തോ ഇൻകം നമുക്ക് ഇല്ല, വന്നിട്ടില്ല. നമുക്ക് കുറച്ച് ഇൻകം ഇല്ലേ വരുന്നത്. അതാ, അപ്പം നമ്മുടെ ഉള്ളതിനകത്ത് നമുക്ക് സ്വരൂപിച്ച് നമ്മൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പം നമുക്കെന്ന് വെച്ചാൽ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേന് എനിക്കുള്ള ഡിയോ ആണ്. നിനക്കുള്ള ഏതായിരുന്നു? എനിക്കുള്ളത് റേ ആയിരുന്നു. അതെ, അപ്പം നമുക്ക് അതിനകത്തൊന്നും ലോങ് ട്രിപ്പ് പോകാൻ പറ്റത്തില്ലല്ലോ. പലർക്കും അറിയാൻ കുറച്ച് ദൂരം പോകുമ്പോൾ നടുവേനെടുക്കും. ട്രിവാൻഡ്രത്ത് നമ്മൾ ഷെമി ഒന്ന് കാണാൻ പോയിട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് ആഴിമലയിൽ പോയതിന്റെ വീഡിയോ നമ്മൾ കിടപ്പില്ല. അതൊക്കെ നമ്മളാണെങ്കിൽ ഡിയോയ്ക്കകത്ത് പോയതാ. അവിടെ പോയിട്ട് വന്നപ്പോൾ തന്നെ നടുവൊന്നും ഇല്ലായിരുന്നു. 2 ദിവസത്തേക്ക് ബൈക്കിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇവന് രാവിലെ കച്ചവടത്തിനും കൂടെ പോകണ്ടില്ല. അപ്പോൾ കച്ചവടത്തിന് പോകാനൊക്കെ ഭയങ്കര നടുവേനായിരുന്നു. അപ്പോഴേ നമ്മളിങ്ങനെ ഉദ്ദേശിച്ചത് എന്തെങ്കിലും. എന്നിട്ട് ഞങ്ങൾ കുറേ വണ്ടികൾ നോക്കി. സെക്കൻഡ് ഹാൻഡ് വണ്ടി ആദ്യം നോക്കി. സെക്കൻഡ് ഹാൻഡ് നോക്കി കേട്ടോ. NS ഒക്കെ തന്നെ ഞങ്ങൾ പോയി നോക്കി. പക്ഷെ ഒന്നും സെറ്റായില്ല. പലതും നോക്കുമ്പോൾ പലതും പഴക്കമുണ്ട്, പിന്നെ പണിയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അതിനേക്കാളും നല്ലതെന്നാൽ പുതിയത് എടുക്കാം എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഡൂക്ക് അല്ലായിരുന്നു നമ്മുടെ ചോയ്സ്. ഹണ്ടർ ആയിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ ഇരിക്കാൻ ബാക്കിലത്തെ സീറ്റ് ഇല്ല ഒട്ടും ഹണ്ടറിന്. ഇപ്പൊ നമ്മൾ ലോങ് ട്രിപ്പ് പോകുമ്പോൾ റെഗുലർ ഒറ്റയ്ക്ക് ഒരാൾക്ക് ട്രിപ്പ് പോകാൻ പറ്റും, അല്ലെങ്കിൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഒരാളെ ഇരുത്താം. അല്ല ലോങ് ഒക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ട് ഒരാളെ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറേ വണ്ടി നോക്കി വന്നപ്പോഴാണ് ഞങ്ങൾ ഇത് ഓടിച്ചപ്പം ഫ്രീ ആയിട്ടായിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആയിട്ടായിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് ശാസ്താമായിട്ട് വരെ ഓടിച്ചുകൊണ്ടൊന്ന് ഒരു കുഴപ്പവും തോന്നിയില്ല, ഒരു ഫീലും തോന്നിയില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഞെരിങ്ങിയിരിക്കുകയാണ്. ഒന്നും ഹണ്ടറിലെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ജാമായതുപോലെ ഇരിക്കുന്നത്. നമ്മൾ ബൈക്കിലൊക്കെ ഇരിക്കുമ്പോൾ അത്രയും അങ്ങോട്ട് ചേർന്നിരിക്കുമ്പോൾ എന്തോ പോലെ ഇല്ലേ. പിന്നെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരെയൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ അവർക്കൊക്കെ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചോയ്സ് നമ്മൾ ലാസ്റ്റ്, അതായത് ചോയ്സ് അല്ല, ഞങ്ങൾ സത്യം പറഞ്ഞ ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്തി നോക്കിയതാണ് നമ്മൾ ഡൂക്കിൽ. പക്ഷെ അത് ഒരു ഐഡിയ ഉണ്ട്, എന്തായാലും വന്നേരി നമുക്കൊന്ന് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് പോവാ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റ് ചെയ്ത് ഇരിക്കുന്ന സീറ്റ് ഓക്കെ നമുക്ക് ഫ്രീയാ. വേറൊരു വണ്ടി എന്ന് വെച്ചാൽ MDക്കകത്തും സീറ്റ് അറിയാം, MD ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം സീറ്റിന്റെ. രണ്ടുപേരൊക്കെ ഇരിക്കുമ്പോൾ ലോങ് ഒക്കെ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട്. അതുമല്ല, MD ഇരുന്നപ്പോൾ എൻ്റെ 2 കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദനയും മസിൽ പിടിച്ചതുപോലെ ഇരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ നമുക്ക് ലോങ് ട്രിപ്പൊക്കെ അത്രയും നേരം ഇരുന്ന് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് ചിന്തിക്കാമെന്നില്ലേ ഉള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ ഇത് ഓടിച്ച് നോക്കിയപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയുള്ളൂ. അപ്പം തന്നെ ഇഷ്ടമായി. അപ്പം തന്നെ നമ്മളാണെങ്കിൽ സംസാരിച്ച് ക്ലിയർ ചെയ്തു, എല്ലാം സെറ്റ് ആക്കിയിട്ട് നമ്മൾ വന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു വണ്ടി എടുക്കുക എന്ന് പറഞ്ഞിട്ട്, വണ്ടി എടുക്കുന്നില്ലേ, എന്താ നിങ്ങൾ വെറുതെ ഇട്ടാണെന്നൊക്കെ ഞങ്ങളുടെ ഒരുപാട് പേര് ചോദിച്ചു. ഇത്ര താമസിക്കുന്ന വണ്ടി ബുക്ക് ചെയ്തില്ലയോ എന്നൊക്കെ പല ചോദ്യങ്ങളും. നമ്മുടെ ലൈഫിൽ നമ്മളാണെങ്കിൽ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മളത് അത്രത്തോളം ആലോചിക്കണം. കാരണം വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ശ്രദ്ധയോടെ നമ്മൾ നോക്കി കണ്ടും വേണം എടുക്കാൻ. ഞങ്ങൾ ഒന്ന് സെലക്ഷൻ, ഞങ്ങൾക്ക് വേറൊരു ഓപ്ഷനിലോട്ട് പോകാനായിട്ട് കുറച്ച് ടൈം വേണ്ടി വന്നു നോക്കാനായിട്ട്. പക്ഷെ വീഡിയോയുടെ ഇടയ്ക്ക് ഞങ്ങൾക്ക് പോകാൻ സമയം കിട്ടിയില്ല.
അതാ ഒരു താമസം. നമുക്ക് ഷോർട്ട് ഫിലിം ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഇതുള്ളതുകൊണ്ട് നമ്മളിത് സെലക്ട് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ലായിരുന്നു. അവൻ്റേതായിട്ടുള്ള തിരക്ക്, നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ തിരക്കും കാര്യങ്ങളും അങ്ങനെ കുറേ ഓട്ടം ആയതുകൊണ്ട് 7 മണി 7 5:30 6 മണി 6:30 വരെ ഉള്ളു ഷോറൂം. അന്നത്തേക്ക് പിന്നെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ, ഉച്ചയായിട്ടല്ലേ നമ്മുടെ ഷൂട്ട്. അങ്ങനെ എന്തായാലും നമ്മൾ വണ്ടി കാണും, വണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കുക. ബാക്ക് ക്യാമിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ തന്നെ ബാക്ക് പറ്റുന്നു. ഇതിൽ തന്നെ ബാക്ക് ക്യാം എടുക്കാൻ പറ്റുമോ? ദേണ്ടേ ഇരിക്കുന്നുണ്ടാ. ഇതാണ് വണ്ടി, ഇതാണ് നമ്മുടെ പൊന്ന്. ഇത് നമ്മുടെ ആദ്യത്തെ സമ്പാദ്യം കേട്ടോ. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 1.5 കൊല്ലമായി. ഈ 1.5 കൊല്ലത്തിനിടയ്ക്ക് നമ്മുടെ ആദ്യത്തെ സമ്പാദ്യം കണ്ടാ. അത് നിങ്ങളുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത്. നിങ്ങളുടെയൊക്കെ ഓരോ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. എന്നുവെച്ചാൽ ഇനിയും നമുക്ക് ഇതുപോലെ കുറേ ലക്ഷ്യങ്ങളുണ്ട്. ഇങ്ങനെ വണ്ടി മേടിച്ച് കൂട്ടുകയല്ല കേട്ടോ, പല കാര്യങ്ങളുണ്ട്. നമ്മൾ വണ്ടി മേടിച്ചതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് പോകുമ്പം നല്ലൊരു വണ്ടി ഉണ്ടാവണം, വീഡിയോ എടുക്കാൻ പറ്റണം. നമുക്ക് കാറിനകത്ത് എല്ലായിടം പോകാൻ പറ്റത്തില്ല മെയിനായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് കൊല്ലം അല്ലെ എങ്ങോട്ടായെന്ന് വെച്ചാൽ പോകണമെങ്കിൽ പെട്ടെന്നൊരു ബൈക്കാണ് നമുക്ക് അത്യാവശ്യം. ഞങ്ങൾ രണ്ടുപേരും പോകുമ്പോൾ ഫാമിലിയായിട്ട് പോകുന്നത്, അവരെല്ലാവരോട്ട് പോകുന്നത് ഓക്കെ, നമുക്ക് കാറിനകത്ത് പോവാം. ഒരു ബൈക്ക് അത്യാവശ്യമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി എന്ന സ്വപ്നം, അതായത് കൊല്ലങ്ങളായിട്ട് 6-7 കൊല്ലത്തിന് മേളായി നമുക്ക് ഈ ഒരു സ്വപ്നം തുടങ്ങിയിട്ടില്ലേ. നമ്മുടെ NS കിട്ടുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നു ഈ ഒരു ആഗ്രഹം, ഒരു പുതിയ വണ്ടി എടുക്കണം എന്നുള്ളത്. എന്തായാലും ആ ആഗ്രഹം സാധിച്ചു കിട്ടി ഞങ്ങൾക്ക്. എന്തായാലും അത് ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ അമ്മമാരുടെ കയ്യിൽ നിന്ന് നമുക്ക് ആ താക്കോലും മേടിക്കാൻ സാധിച്ചു. അതൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യമായിരുന്നു എന്തായാലും. അപ്പോൾ കൂട്ടുകാരെ, ഈ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരണം കേട്ടോ. ഇതിന്റെ ബാക്കിയുള്ള വീഡിയോ എല്ലായിട്ട് വരുന്നതായിരിക്കും. വണ്ടി എടുക്കാൻ പോയ എല്ലാ വീഡിയോയും വരുന്നതായിരിക്കും. ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്, അതാ വരുന്നതായിരിക്കും. ഇതിന്റെ കൂടെ എല്ലാവരും കയറി കാണണം. അതെ, അപ്പോൾ ഇതിന്റെ ഷോർട്സും കാര്യങ്ങളെല്ലാം എന്തായാലും ഉണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും ഇനിയും ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം. അതെ, സപ്പോർട്ടും വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഉണ്ടാവണം. എന്നാലേ ഞങ്ങൾക്ക് ഇനി അടുത്തതിൽ ഓരോന്നിലോട്ട് അച്ചീവ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ ബൈ.